ഹായ്, എസ് വി അരുളാണ്. രാവിലെ കാര്യവട്ടം വഴി ഒന്ന് പോകേണ്ടി വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. നിങ്ങളെ ഇവിടെ കാട്ടിത്തരാം. നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയണം. പതിവില്ലാത്തൊരു കാഴ്ചയാണ്. കാര്യം നമ്മുടെ നാട്ടിൽ മഴക്കാലം വരാൻ പോവുകയാണ്. മഴക്കാലത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ തെരുവീഥികളിൽ അല്ലെങ്കിൽ റോഡിൻ്റെ ദേശീയപാതയുടെ സമീപത്താണ് നിൽക്കുന്നത്, യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തുള്ള. അപ്പോൾ ഈ തവണ ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ മുൻപ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം എന്ന് തന്നെ പറയണം. അത് ഈ ദേശീയപാതയുടെ വക്കിൽ നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ആ ദൃശ്യത്തിൽ കാണുന്നത്, പിറയിലേക്ക് നോക്കിയ ശിഖരങ്ങൾ പതിവില്ലാതെ വെട്ടി ഒതുക്കിയിട്ടുണ്ട്. കാര്യം ഈ ചില്ലകൾ ഒടിഞ്ഞു വീണ് പലപ്പോഴും ഈ മഴക്കാലത്ത് ചെറിയ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ്. അതിനെ കാര്യവട്ടത്ത് ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് ചില ദൃശ്യങ്ങൾ കാണിക്കണം. ഇങ്ങനെയൊക്കെയാണ് നോക്കിയേ, കണ്ടോ? അപകടകരമായിട്ട് റോഡിലേക്ക് ചാഞ്ഞു നിന്ന ചില്ലകൾ ഇതാണ്ടോ. ഇങ്ങനെ വെട്ടിമുറിച്ച് താഴേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തോ ചെയ്താണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കാര്യമാണ്. ഇത് അങ്ങറ്റം വരെ നിങ്ങൾക്ക് കാണാം. നോക്കൂ, ഇതുപോലെ നിങ്ങൾക്ക് പുറകുവശത്ത് പല മരങ്ങളിലും ഇത് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യമാണ്. കാര്യം എത്രയോ മനുഷ്യരുടെ ജീവനാണ് ഈ മരച്ചില്ലകളുടെ ഇടയിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. പോരാത്തതിന് ഈ മഴക്കാലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സമയത്ത് ഈ തിരുവനന്തപുരത്ത് ഈ കാര്യവട്ടം പ്രദേശത്തൂടെ കടന്നു വന്നവർക്കറിയാം, നിരവധി മരങ്ങൾ എല്ലാ തവണയും മറിഞ്ഞു വീണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്, അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പതിവ് കാഴ്ചയാണ്. ഇക്കുറി അതിനെ മനസ്സിലാക്കി ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് നടപ്പാക്കിയെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ 100% അഭിനന്ദിക്കുകയാണ്. കാര്യം നാളുകളിൽ സംഭവിച്ചതിന് ശേഷം അതിൽ പ്രതികരിക്കുന്നതിനപ്പുറം സംഭവിക്കാതിരിക്കാൻ മുൻകൂട്ടി ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ള ഒരു കാഴ്ച കേരളത്തിന്റെ ചില മാറ്റങ്ങൾ കൂടിയാണെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ നേരത്തെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ അറിയിച്ചിരുന്നു. അപകടകരമായി നിൽക്കുന്ന ചില്ലകളെല്ലാം മുറിച്ചു മാറ്റുമെന്നുള്ള കാര്യം. മുറിച്ചു മാറ്റുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം, ഈ ദൃശ്യം, ഇത് കുട്ടികൾക്കെല്ലാം നടന്നു പോകേണ്ട, ഇതൊരു ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ നടന്നു പോകേണ്ട വഴിയിലാണ് ഇത് മുറിച്ചിട്ടിട്ടുള്ളത്. അത് അപ്പുറത്ത് ബസ് സ്റ്റാൻഡ് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ? അടിയന്തരമായി ചെയ്യേണ്ട കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് അവിടെ നിന്ന് നീക്കം ചെയ്തു കൊടുക്കുകയും വേണം. കാര്യം ക്യാമ്പസ് ഇവിടെ ആയതുകൊണ്ട് നിരവധി കുട്ടികൾ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പെഡിസ്ട്രെയിൻസിന് അല്ലെങ്കിൽ വഴിനട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഹാൻഡിൽ വെച്ചിരിക്കുന്നതിന് ഇപ്പുറത്തുകൂടി അവർക്ക് അത് കൂടുതൽ, അതായത് ഈ ഹാൻഡ് റെയിൽ വെച്ചിട്ടുണ്ടല്ലോ, നടക്കുന്നതിന് തൊട്ടടുത്തായിട്ട് റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വരും. അതും ചിലപ്പോൾ അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാകും. അപ്പോൾ ആ കാര്യം കൂടി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു കംപ്ലീഷൻ ഉണ്ടാകും. ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് മഴക്കാലത്തിന് തൊട്ടു മുന്നോടിയായിട്ട് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായി പറയുക.